നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ചതിച്ചത് നിതീഷ് കുമാറോ നരേന്ദ്രമോദിയോ? ബീഹാറിൽ മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഫാസിസത്തിനെതിരായി ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന നിതീഷ് കുമാർ BJP പിന്തുണയോടെ മുഖ്യമന്ത്രിയായി വീണ്ടും വരുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചർച്ചയിൽ കടന്നു വരുന്നത്? ഒന്ന്, ബീഹാറിൽ ജനവിധി അട്ടിമറിക്കപ്പെട്ടോ? രണ്ട്, സംഘപരിവാറിന്റെ ഫാസിസത്തിനെതിരെ രൂപം കൊണ്ട മഹാസഖ്യം പൊളിക്കാൻ നിതീഷിന് വേണ്ടി വന്നത് മണിക്കൂറുകൾ മാത്രമെന്നത് ധാർമ്മികതയ്ക്ക് നേരെ ഉയരുന്ന ചോദ്യചിഹ്നമോ? മൂന്ന്, ബീഹാറിലെ തിരിച്ചടി കോൺഗ്രസിന്റെ തന്ത്രങ്ങൾക്കേറ്റ കനത്ത പരാജയമോ? നാല്, മോദിയെ എതിർത്ത് ചേരിമാറിയ നിതീഷ് വീണ്ടും മോഡിയുമായി ചേരുമ്പോൾ അത് നിതീഷിന്റെ സൂത്രമോ മോദിയുടെ ആസൂത്രണമോ? 2019 ജാതകം ഇതോടെ കുറിക്കപ്പെട്ടുവെന്ന് അമിത ആത്മവിശ്വാസം കൊള്ളുന്നവരോട് ഇടതുപക്ഷത്തിന് പറയാനുള്ളത് എന്ത്? മഹാസഖ്യം പൊളിച്ചതിന് പിന്നിൽ ആര്? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഉള്ളത് BJPയുടെ വക്താവ് ശ്രീ MS കുമാർ, JDU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ചാരുപാറ രവി, കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു, ഡോക്ടർ PK ബിജു MP, മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് എന്നിവർ. ശ്രീ KJ ജേക്കബ്, ഈ ലാലു പ്രസാദ് യാദവിന്റെ RJDയുടെ അഴിമതി സഹിക്കാൻ വയ്യാതെ ഉപമുഖ്യമന്ത്രി പദം തേജസ്വി യാദവ് രാജിവെക്കാത്തത് കൊണ്ട് മനം നൊന്ത് രാജിവെച്ച ആളാണ് നിതീഷ് കുമാർ എന്നാണ് പുറത്തേക്ക് പറയുന്നത്. അത് കഴിഞ്ഞ് ഇരുട്ടി വെളുത്തപ്പോഴേക്കും അദ്ദേഹം BJP പിന്തുണയിൽ ആരെയാണോ എതിർത്തുകൊണ്ടിരുന്നത് അവരുടെ തന്നെ പിന്തുണയിൽ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് JDUവും BJPയും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് എന്നാണോ? ഇതിൻ്റെ അകത്ത് ഒരു പ്ലെയിൻ ചീറ്റിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മുടെ നാട്ടിലെ അഴിമതിക്ക് ഇപ്പോൾ ചീറ്റിംഗ് എന്നൊക്കെ നമ്മൾ പുതിയതായിട്ട് പേര് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇതൊരു പ്ലെയിൻ ചീറ്റിംഗ്. ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരവരുടെ നിലപാടെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 വർഷത്തിനുള്ളിൽ അത് നേരത്തെ ആർക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്നോ ആ ഒരു അലയൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് അവരെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഒപ്പം നിന്ന് ഭരിക്കുക എന്നുള്ളത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള മര്യാദകേടാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെ വായിക്കാൻ പറ്റൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന മറ്റു കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മുടെ മുമ്പിൽ എടുത്തു വച്ചേക്കുന്ന ഫസാഡുകൾ, ന്യായീകരണങ്ങൾ, അത് ഇറ്റ് ഡസൻറ്റ് വാഷ്. അതങ്ങനെ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ കോമ്പിനേഷൻ, അതായത് RJDയും JDUവും കോൺഗ്രസും ചേർന്നൊരു കോമ്പിനേഷനാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചത്. അവർക്കാണ് ഭരിക്കാനുള്ള മാൻഡേറ്റ് സർക്കാർ കൊടുത്തത്. ഈ കോമ്പിനേഷൻ വേണ്ടെന്ന് വെക്കാനുള്ള എല്ലാ അവകാശവും നിതീഷ് കുമാറിനുണ്ട്. പക്ഷേ അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ അടുത്ത് പോയി ജനവിധി തേടണം. അതാണ് അതിൻ്റെ ഒരു ന്യായം, അതിൻ്റെ മര്യാദ. അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലാലു പ്രസാദ് യാദവിൻ്റെ അഴിമതിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള കാര്യം. ആ കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവേണ്ടതില്ല. ആ ലാലു പ്രസാദ് യാദവുമായിട്ട് ഒരുമിച്ച് നിൽക്കാനും ഇലക്ഷന് പോകാനും പ്രശ്നമുണ്ടാകാതിരുന്ന നിതീഷ് കുമാറിന് വളരെ പെട്ടെന്ന് ഇത്തരം ഒരു ഉൾവിളി ഉണ്ടായെങ്കിൽ അതിൻ്റെ ന്യായം എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ടി വരും. തിരിച്ചു വരാം ശ്രീ KJ ജേക്കബ്. ശ്രീ MS കുമാർ, അപ്പോൾ ഈ കാര്യത്തിൽ നിരീക്ഷണങ്ങൾ ആ വഴിക്കാണ് നീങ്ങുന്നത്. അതായത് ജനവിധി അല്ല ബീഹാറിൽ നടന്നിരിക്കുന്നത്, ജനവിധി അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സഖ്യം പുതുതായി ഉണ്ടാക്കുന്നതിന് അപ്പോൾ ആരാണ് ചുക്കാൻ പിടിച്ചത്? നരേന്ദ്രമോദിയാണോ അതോ BJP അധ്യക്ഷൻ അമിത്ഷായാണോ? ആർക്കായിരുന്നു ഈ അത്യാവശ്യം? ലാലെ, മറവി പലപ്പോഴും ഒരു അനുഗ്രഹമാകും. കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയെ താങ്ങി നിർത്തിയതാരാ? ഇവിടെ പരസ്പരം മത്സരിച്ച കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി LDFും കൂടെ ചേർന്നല്ലേ കേന്ദ്രം ഭരിച്ചത്? നിങ്ങളെന്താ അത് മറന്നുപോയത്? അപ്പോഴേ ഈ ധാർമ്മികതയും ഈ ചേരിമാറ്റവും ഒക്കെ അന്ന് വ്യാഖ്യാനിച്ചില്ലല്ലോ, അന്ന് നിങ്ങൾ പ്രസംഗിച്ചില്ലല്ലോ. ഇതൊരു സ്വാഭാവികമായ ഐക്യമാണ്. 3 വർഷം മുമ്പ് നിതീഷ് കുമാർ അദ്ദേഹം കാണിച്ച ഒരു തെറ്റ് തിരുത്തുകയാണ് ഇപ്പോൾ ഉണ്ടായത്. അതിനു മുമ്പ് എത്രയോ വർഷം സുശക്തമായ ഒരു ഐക്യം ശരത് യാദവും നിതീഷ് കുമാറും BJPയുമായി ബീഹാർ ഭരിച്ചിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ബീഹാറിൻ്റെ പഴയ കാലം. ക്രൈം റേറ്റിൽ 1-ാം സ്ഥാനം, അഴിമതിയിൽ 1-ാം സ്ഥാനം, നിരവധി കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ബീഹാർ. ആ ബീഹാറിനെ നേരെ ചൊവ്വേ കൊണ്ടുപോയത് കുറേ കാലമെങ്കിലും ബീഹാറിനെ നയിച്ച BJP JDU ഭരണമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ സുവർണ്ണ നാളുകൾ ഈ 2 വർഷം കൊണ്ട് നിതീഷ് കുമാർ ഓർത്തു. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം നിൽക്കേണ്ടത് ഇവിടെ അല്ല,
ലല്ലു പ്രസാദ് യാദവ്, അദ്ദേഹത്തിൻ്റെ മക്കള്, ഭാര്യ, കുടുംബത്തോടെ അഴിമതി. ആ അഴിമതിക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് മുന്നണിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? പക്ഷേ ശ്രീ MS കുമാർ, ഈ കാര്യങ്ങളൊക്കെ BJP അവകാശപ്പെടുമ്പോഴും ബീഹാർ അപ്പോൾ പുതിയൊരു ചരിത്രവും കൂടി ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ചതിയാണ്. എല്ലാവരും ശ്രീ KJ ജേക്കബ് ചൂണ്ടിക്കാട്ടിയത് നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ അധാർമികതയുടെ ഉദാഹരണമാണ് ബീഹാറിൽ നിന്നുണ്ടായിരിക്കുന്നത്. അധാർമികത ആവർത്തിക്കപ്പെടും. കേന്ദ്ര സർക്കാർ, ഞാൻ നേരത്തെ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചു പോയ രണ്ട് കൂട്ടരും കൂടിയല്ലേ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണത്തെ താങ്ങി നിർത്തിയത്. അപ്പോഴെവിടെ പോയി ധാർമ്മികത? അന്നെന്താ അതിനെ വിമർശിക്കാത്തത്? അപ്പോഴും ജനങ്ങൾ, ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾ ആർക്കെതിരെയാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് കൃത്യമായിരുന്നു. ഇപ്പോൾ ഇവിടെ ബീഹാറിൽ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ആർക്കെതിരായിട്ടാണ് ജനം വോട്ട് ചെയ്തത്? BJPയെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. BJPക്ക് വേണ്ടത്ര ആ സഖ്യത്തിന് എത്ര സീറ്റ് കിട്ടിയെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 50-ൽ ചില്ലറ സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ BJPയെ പുറത്താക്കാൻ വേണ്ടി ആഗ്രഹിച്ച ജനത്തിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ നിതീഷ് കുമാറിന് വളം വെച്ചു കൊടുത്തത് BJP ആണെങ്കിൽ, അതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ അധാർമികതയ്ക്കാണ് നിങ്ങൾ ചൂട്ടുപിടിക്കുന്നത്. ലാലെ, എന്നെ പറയാൻ അനുവദിക്കണം. നിങ്ങളുടെ കയറി നിങ്ങൾ പ്രസംഗിക്കരുത് ദയവ് ചെയ്ത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കാൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ധാർമ്മികത അധാർമികത എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമല്ല. ഞാനതാ പറഞ്ഞത്. കേരളത്തിൽ BJPയെ തോൽപ്പിക്കാനാണോ കഴിഞ്ഞ മുന്നത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? ഏറ്റവും പ്രധാന മത്സരം LDF UDF തമ്മിലായിരുന്നില്ലേ? ജയിച്ചു പോയിട്ട് രണ്ട് കൂട്ടരും കൂടിയല്ലേ കേന്ദ്രം ഭരിച്ചത്? അപ്പോൾ നിങ്ങൾ കാണാത്ത അധാർമികത എന്താ? ആരായി അധാർമികത? രാജ്യം കേരളത്തിൽ UDF LDF തമ്മിലായിരുന്നു പ്രധാന ഫൈറ്റ്. എന്താ നിങ്ങൾ കേരളത്തിൽ നിന്ന് LDF വേണോ UDF വേണോ എന്ന് തന്നെയായിരുന്നു. അപ്പോഴും BJP ചിത്രത്തിൽ ഇല്ലായിരുന്നു ശ്രീ MS കുമാർ. ആ ചിത്രത്തിലില്ലാത്ത BJP നിങ്ങൾ പരസ്പരം എതിർത്തിട്ട് അവിടെ പോയി കൈകോർത്ത് ഒന്നിച്ചിരുന്നല്ലേ ഭരിച്ചെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പ കാണാത്ത രാഷ്ട്രീയ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ BJPയെ കേന്ദ്രത്തിൽ കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു സഖ്യത്തിനാണ് പിന്തുണ കൊടുത്തത് എന്നുള്ളത് ചിത്രം വ്യക്തമാണ്. ഇവിടെ അതല്ല. BJPയെ പുറത്താക്കിയ, BJPയെ എതിർത്തുകൊണ്ട് BJPയുടെ ഫാസിസത്തിനെതിരായി മുമ്പിൽ നിന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്യാമ്പ് വിട്ട നിതീഷ് കുമാറാണ് ഇപ്പോൾ ലല്ലു പ്രസാദ് യാദവിന്റെ പേരിൽ ഒരു CBI അന്വേഷണമുണ്ട്, അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ ഒരു അന്വേഷണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ രീതിയിൽ BJP പിന്തുണയോടുകൂടി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്തുമാത്രം ധാർമ്മികതയുള്ളതാണ് എന്നത് അദ്ദേഹം തന്നെ കാറ്റിൽ പറത്തുന്നതിന് തുല്യമാണ്. മണിക്കൂറുകൾക്കകം BJP പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാകുന്നത്. ശ്രീ MS കുമാർ, മാർക്സിസ്റ്റ് പാർട്ടി ഒരു അവസരവാദ രാഷ്ട്രീയം സ്വീകരിച്ചാൽ അത് ധാർമ്മികത? ആര് പറഞ്ഞു? ശ്രീ MS കുമാർ, മാർക്സിസ്റ്റ് പാർട്ടി അധാർമികത കാണിച്ചാണല്ലോ നല്ലതാണെന്ന് ആര് പറഞ്ഞു? കാണിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ കോൺഗ്രസ് സർക്കാർ 5 കൊല്ലം കേന്ദ്രം ഭരിച്ചത്. നിങ്ങൾ എന്താ നിഷേധിക്കുന്നത്? കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ പാതയിലാണോ പോയത്? ഞാൻ പറയട്ടെ, അതിനെ കൂടെ നിങ്ങൾ അതും കൂടി അധാർമികത പറയണം. ആദ്യം അധാർമികത നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കോൺഗ്രസ് ആണ്. ആ അധാർമികത ഒരു പക്ഷേ അദ്ദേഹം സ്വീകരിച്ചു കാണും. ഒരു കാര്യം കൂടി, അദ്ദേഹം BJPയോടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കൊണ്ടോ നയപരമായ മാറ്റങ്ങൾ കൊണ്ടോ ഒന്നും പോയതല്ല. നരേന്ദ്രമോദി ഗുജറാത്തിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് നിതീഷ് കുമാറിന്റെ പ്രസംഗ ചരിത്രം. ലാലെ, ഒരു ഫാസിസവുമില്ല. ഒരു ഘടകകക്ഷി അല്ല തീരുമാനിക്കേണ്ടത് മറ്റൊരു കക്ഷിയുടെ നേതാവ് ആരായിരിക്കണം എന്ന്. അങ്ങനെയായിരുന്നു നിങ്ങൾ കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയൻ ആയിരിക്കില്ലല്ലോ മുഖ്യമന്ത്രി. CPIക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല MS കുമാർ. ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സമ്മതി വാങ്ങിക്കൊണ്ടല്ലേ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് നിതീഷ് കുമാർ വീണ്ടും പോകേണ്ടത്? അതിന് പോകുമായിരിക്കും. നിതീഷ് കുമാറിനെ മറ്റവരെ ഭരിക്കാൻ അനുവദിക്കണോ ഈ അഴിമതിക്കാരെ? അതാണോ നിങ്ങൾക്ക് ആവശ്യം? CBI അന്വേഷണം നേരുന്ന ഒരു കുടുംബത്തിന്റെ കയ്യിൽ ഭരണം ഏൽപ്പിക്കണമെന്ന് ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിച്ചോ? നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? ശരി, അപ്പോൾ അഴിമതിയുടെ ഒരു കറ പോലും പുരളാത്ത BJPയോടൊപ്പം നിതീഷ് കുമാർ വന്നു എന്നാണ് ശ്രീ MS കുമാർ പറഞ്ഞു വെക്കുന്നത്. അത് വലിയ ചർച്ചയ്ക്കുള്ള, വലിയ കോലാഹലത്തിലേക്ക് പോകാൻ പോകുന്ന ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ശ്രീ MS കുമാർ. ഞാൻ തിരിച്ചു വരാം. ശ്രീ PK ബിജു, ഞാൻ ശ്രീ ചാരുപാറ രവിയിലേക്ക് വരുന്നതിന് മുൻപ്, PM സുരേഷ് ബാബുവിലേക്കും വരുന്നതിന് മുമ്പ്, ശ്രീ PK ബിജു മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ച വഴിയിലൂടെ പോകുന്നു എന്നാണ്, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കാണിച്ച വഴിയിലൂടെ പോകുന്നു എന്നാണ് ശ്രീ MS കുമാറിന്റെ ന്യായീകരണം. എങ്ങനെ കാണുന്നു നിങ്ങൾ? ലാലെ, ശ്രീ MS കുമാറിന്റെ വാദം ഞാൻ കേട്ടു. ആ വാദമൊന്നും BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വാദമല്ല. കാരണം BJP രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ബീഹാറിൽ. നിങ്ങൾ നോക്കൂ, ഏതൊക്കെ ഗവൺമെൻറ്റുകളെ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അട്ടിമറിച്ചു. ഇപ്പം തമിഴ്നാട്ടിൽ ഭരണമുണ്ടോ? അവിടെ പളനിസ്വാമിയുടെ പനീർസെൽവത്തിൻ്റെയും 2 വിഭാഗമായിട്ട് മാറ്റിയില്ലേ? അതുപോലെ നല്ല സ്റ്റേബിളായിട്ട് ഭരണം നടത്തിക്കൊണ്ടുന്ന ഒറീസയിൽ ഇപ്പം 2 ഗ്രൂപ്പായി അവിടെ മാറ്റുന്നതിൽ നിർണായകമായ പങ്കല്ലേ മോദി ഗവൺമെൻറ് വഹിച്ചത്?
മണിപ്പൂരിലും ഗോവയിലും ആസാമിലും ആരാണ് അട്ടിമറി ഉണ്ടാക്കിയത്? ഉത്തരാഖണ്ഡിലെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് അവിടെ BJP ഗവൺമെന്റ് അവരോധിക്കാൻ ശ്രമിച്ചതിനെ തടഞ്ഞത് സുപ്രീം കോടതിയല്ലേ? ഉത്തർപ്രദേശ് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ആദ്യം ശ്രമിച്ചത് BJP അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് BJP ഗവൺമെന്റ് രാജ്യത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ പണവും അധികാരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം അവർ ആധിപത്യം ഉണ്ടാക്കി. ഇപ്പം ഇടതുപക്ഷം ഭരിക്കുന്ന ത്രിപുരയിൽ അവിടെ കോൺഗ്രസിന്റെയും തൃണമൂലിന്റെയും MLA-മാർ BJP ചേർന്ന് BJP രൂപീകരിച്ചില്ലേ? ഇതിന്റെ പിന്നിൽ ആരാ? കോടിക്കണക്കിന് രൂപ പണം രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന BJP കൊടുക്കുകയാണ്. ഇന്നിപ്പം കോൺഗ്രസിന്റെ 3 MLA-മാർ ഗുജറാത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. കർണാടകത്തിലും ഗുജറാത്തിലും അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. കർണാടകത്തിലെ കോൺഗ്രസിന്റെ ദീർഘകാലം അവിടുത്തെ മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രിയുമായിരുന്ന SM കൃഷ്ണയെ BJP ചേർത്തില്ലേ? 3 MLA-മാർ കോൺഗ്രസിൽ നിന്നും ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് മാറിയില്ലേ 3 MLA-മാർ? അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ശങ്കർ സിംഗ് വഗേര കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJP ചേരാൻ പോവുകയല്ലേ? അപ്പൊ രാജ്യത്തെ എവിടെയൊക്കെ ആളുകൾ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ അങ്ങനെ വിലയ്ക്ക് വാങ്ങി രാജ്യത്തെ ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഫാസിസ്റ്റ് ഭരണം പൂർണ്ണമായും രാജ്യത്തുണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുന്നതിന് ഇടതുപക്ഷം 2000-ൽ ഫാസിസ്റ്റ് മുന്നണിയുടെ തുറച്ച ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളുടെ കൂട്ടായ്മ രൂപീകരിച്ചതിനെയാണ് ബഹുമാനീയനായിട്ടുള്ള MS കുമാർ ഇവിടെ ആക്ഷേപിക്കുന്നത്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മതന്യൂനപക്ഷങ്ങൾക്കും മറ്റുള്ള ജനവിഭാഗത്തിനും ഇതിനേക്കാൾ വലിയ അപകടം അന്നു മുതൽ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ കോൺഗ്രസ് ആണ് ദുർബലപ്പെടുത്തിയത്. കാരണം അവരുടെ സഹജമായ അഴിമതി അത്തരം ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കില്ല. അതിന്റെ വലിയ പ്രശ്നം കോൺഗ്രസ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ പാർട്ടി ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഓരോ ആളുകൾ ഈ പാളയത്തിലേക്ക് പോകാൻ പണം കൊടുത്താലും സ്വാധീനം ചെലുത്തിയാലും പോകാൻ സന്നദ്ധമായിരിക്കുകയാണ്. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. ശ്രീ PM സുരേഷ് ബാബു, അപ്പോൾ കോൺഗ്രസ് ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ തങ്ങളുടെ പങ്ക് വഹിക്കുന്നതിൽ വന്ന പരാജയം, ഈ പ്രത്യേക കാര്യത്തിൽ പോലും കോൺഗ്രസിന്റെ തന്ത്രങ്ങൾക്കേറ്റ പരാജയം, അതാണ് ഈ നിതീഷ് കുമാറിനെ BJP പാളയത്തിലേക്ക് എത്തിച്ചത് എന്ന് കാണുന്നവരുണ്ട്. അല്ല, അതിനകത്തൊന്നും ഒരു അത്തരമൊരു കാര്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. യാഥാർത്ഥ്യം ബോധത്തോടു കൂടിയുള്ള രാഷ്ട്രീയം കാണാൻ തയ്യാറാകാത്തത് കൊണ്ട് എത്രത്തോളം നമുക്ക് ഇനി തിരുത്തലുകൾ വരുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളാണെങ്കിലും മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെങ്കിലും ഇന്ത്യയെ ഗ്രസിച്ചിരിക്കുന്ന RSSന്റെ ഫാസിസ്റ്റ് ശൈലിക്കെതിരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിനെതിരായിട്ട് ഒരു ഏകീകൃത മനോഭാവത്തോടു കൂടിയ പ്രവർത്തനം വേണമെന്ന് ബോധ്യപ്പെടാത്തിടത്തോളം കാലം നമ്മൾ ഇതിനകത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസിന്റെ പിടിപ്പുകേടാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് അർത്ഥം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ പറയണമെന്നാണ് ബിജുവിന് ഉള്ള പാർട്ടി നിർദ്ദേശം. നമ്മുടെ ഈ ചർച്ച കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ വിശകലനം ചെയ്ത് പോകണമല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കാര്യത്തിൽ നിതീഷ് കുമാറിന്റെ മഹാസഖ്യത്തോടൊപ്പം ചേരുന്ന കാര്യത്തിൽ ഇടതുപക്ഷം എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷം ആ സഖ്യത്തിനോടൊപ്പം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അന്ന് ഇടതുപക്ഷം എടുത്ത നിലപാടാണ് ശരി എന്ന് അവർക്ക് അവകാശപ്പെടാനുള്ള എല്ലാ ധാർമ്മികമായ അവകാശവുമുണ്ട്. അത് ശരിയല്ലേ? ശ്രീ സുരേഷ് ബാബു, താങ്കളോട് തന്നെയാണ് ചോദ്യം. ഇടതുപക്ഷം ഈ സഖ്യത്തിന്റെ കൂടെ ഇല്ലായിരുന്നല്ലോ, അവർ ഇതിനെ എതിർത്തതാണല്ലോ. അപ്പോൾ അവർ ശരിയായി വന്നിരിക്കുന്നു എന്ന് അവർ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതിനകത്ത് പറയാം. അവർ പക്ഷേ അന്ന് അതിനകത്ത് എടുത്തൊരു നിലപാട്, ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPM-ഉം CPI-യും അതുപോലെയുള്ള കക്ഷികളും ഈ മഹാസഖ്യത്തിൽ അംഗമായിരുന്നില്ല. ആ മഹാസഖ്യത്തിൽ അംഗമാകാതിരുന്നതിന്റെ കാരണം ഇദ്ദേഹം പുറത്തു പോകുന്നു എന്നുള്ളതല്ല. ആ മഹാസഖ്യത്തിൽ അംഗമാകാതിരിക്കാൻ പറഞ്ഞ കാരണം കോൺഗ്രസ് അതിനകത്തുണ്ട് എന്നുള്ള പേര് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് അതിനകത്തുണ്ട്. നിതീഷ് കുമാറോ നിതീഷ് കുമാറിന്റെ പാർട്ടിയോ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് അസ്വീകാര്യമായിരുന്നില്ല. ഇപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ JDU-വിന്. അതുകൊണ്ട് JDU-വിനൊരു പക്ഷമില്ല.
JDU-വിന് യാതൊരുവിധ ഐത്തവുമില്ല. JDU-വിനോട് ഐത്തപ്രകാരം മാറ്റി നിർത്തുന്നില്ല. അതിനകത്ത് കോൺഗ്രസ് ഉണ്ട് എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടത് കൊണ്ട് ആ CPM-ന്റെ നയം ശരിയാണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ശ്രീ PM സുരേഷ് ബാബു, ഈ കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് CPM അന്ന് മാറി നിന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ കാര്യവും ഇപ്പോൾ കോൺഗ്രസ് ശരിവച്ചിരിക്കുകയാണല്ലോ. കോൺഗ്രസ് ആ മുന്നണിയിൽ ഉണ്ടായിട്ട് എന്ത് ചെയ്തു? കോൺഗ്രസ് ആണ് ഇതിനെ BJP എതിർക്കാൻ വേണ്ടി എല്ലാം തികഞ്ഞ പാർട്ടി എന്നാണല്ലോ പറയുന്നത്. ആ നിലയ്ക്ക് ശക്തമായ പ്രതിപക്ഷ പാർട്ടിയാണെങ്കിൽ ഇപ്പോൾ തന്ത്രങ്ങളിലൂടെ ഈ ഘട്ടം ഒഴിവാക്കേണ്ടതായിരുന്നല്ലോ. അതിൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് CPM കോൺഗ്രസിനെ കൊണ്ട് ഇതാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേ മാറി നിന്നെങ്കിൽ അവർ ശരിയല്ലേ? അപ്പോൾ അതല്ലല്ലോ കോൺഗ്രസിന്റെ കൂടെ ഉള്ളത്. കോൺഗ്രസ് ആ മുന്നണി അന്ന് രൂപപ്പെടുത്തുമ്പോൾ തന്നെ ആ മുന്നണി അപ്പോൾ തന്നെ ഒരു മൈനർ പാർട്ട്ണറാണത്. എല്ലാവർക്കും അറിയാലോ. അതിനകത്ത് ഫസ്റ്റ് പാർട്ടി RJD, സെക്കൻഡ് പാർട്ടി JDU, അത് കഴിഞ്ഞിട്ട് മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ആ മുന്നണിക്കകത്ത് വന്നിരുന്നുവെങ്കിൽ അത് ആ മുന്നണിക്ക് കുറേം കൂടെ ശക്തി കിട്ടുമായിരുന്നു. കുറേം കൂടി MLA-മാർ മഹാസഖ്യത്തിൽ ഉണ്ടാകുമായിരുന്നു. ആ മഹാസഖ്യത്തെ അപ്പോൾ ഇത്ര എളുപ്പത്തിൽ BJP-യുമായി കണക്ക് കച്ചവടം നടത്താൻ നിതീഷ് കുമാറിന് കഴിയുമായിരുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ശരി, അതിന് ഉത്തരം ഡോക്ടർ PK ബിജു തന്നെ പറയട്ടെ. പക്ഷേ അതിന് മുമ്പ് ശ്രീ ചാരുപാറ രവി, ഈ കാര്യത്തിൽ 2 ചോദ്യങ്ങൾ ആണ് JDU നേതാവിനോട് ചോദിക്കാനുള്ളത്. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ കേരളത്തിലെ ഘടകത്തെ പ്രതിനിധീകരിക്കുന്നവർ നിതീഷ് കുമാറിന്റെ JDU-വിൽ ഇല്ല. അതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ചുള്ള പ്രതിരോധത്തിന് അങ്ങേക്ക് ആകുകയുമില്ല. അതും കൂടി BJP നേതാവിന് ആണ് ഇത്തവണ പറയാൻ സാധിക്കുക. നിതീഷ് കുമാറിനെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇപ്പോൾ ശ്രീ MS കുമാറിനാണ് ഈ ചർച്ചയിൽ. പക്ഷേ രണ്ടാം ഭാഗം ഇപ്പോൾ അവകാശപ്പെടുന്ന ഈ JDU-വിൻ്റെ നിതീഷ് കുമാറിനെ എതിർക്കുന്ന JDU ഘടകത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിങ്ങൾ തെറ്റു മനസ്സിലാക്കുന്നുണ്ടോ? അന്ന് പലരും പറഞ്ഞത് ശരിയാണെന്നാണോ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? ഈ പറയുന്ന സഖ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം നിതീഷ് കുമാർ എന്ന ഒരു വ്യക്തിയുടെ അവസരവാദപരമായ നീക്കങ്ങളാണോ? ഇന്ത്യയിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഐക്യവും അതുപോലെയുള്ള സമകാലീന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും അതെപ്പോൾ ശരി നാളെ തെറ്റെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി എത്രയോ തവണ ജയിലിൽ അടയ്ക്കപ്പെട്ട ആളാണ്. ആ ജയിലിൽ അടയ്ക്കപ്പെട്ടത് അഴിമതിയുടെ പേരിലാണ്. അദ്ദേഹത്തെ അഴിമതിക്ക് എതിരെയുള്ള കുരിശുയുദ്ധത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് നിതീഷ് കുമാർ ധരിച്ചെടുത്താണ് കാരണം. നിതീഷ് കുമാറിന് അപ്പോൾ ഐത്തമില്ല. പക്ഷേ ഇപ്പോൾ അനവസരത്തിൽ ഒരു ജനങ്ങളുടെ പിന്തുണ നേടി അധികാരത്തിൽ വന്ന ഒരു മഹാസഖ്യത്തിലെ ഒരുമിച്ചുള്ള കക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ഈ കാര്യം ഇന്ന് ലാലു പ്രസാദ് യാദവിനെ പറ്റി പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് നിതീഷ് കുമാറിൻ്റെ പൊള്ളയായ വാദം കേരളത്തിലെ പാർട്ടി തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ മുൻ ജനതാദളിൻ്റെ പ്രസിഡന്റ് ശരത് യാദവ് അടക്കമുള്ള ആളുകൾ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ചിന്തിക്കുന്ന സോഷ്യലിസ്റ്റുകൾ ഇതിനെതിരെ നീങ്ങുന്ന ഒരു കാലാവസ്ഥയാണ്. ശ്രീ ചാരുപാറ രവി, ഈ JDU-വിൻ്റെ കേരള ഘടകം ഈ കാര്യത്തിൽ കൃത്യമായി മതേതര നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും എടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് എടുക്കാതിരിക്കുക, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള ഘടകത്തിനെ പറ്റിയിരിക്കുന്ന ഒരു അബദ്ധമായി നിരീക്ഷകരെങ്കിലും പറയുന്നത്. ഇപ്പോഴും നിതീഷ് കുമാർ ഇങ്ങനെ നിങ്ങളെ ചതിച്ച് പെരുവഴിയിലാക്കി പോകുമ്പോഴും എല്ലാം ഉപേക്ഷിച്ച് MP സ്ഥാനം പോലും കളഞ്ഞ് വരാൻ ഈ കാര്യത്തിനെ എതിർക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് MP വീരേന്ദ്രകുമാർ പോലും പറയുമ്പോഴും കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് നിങ്ങളുടെ കളം എവിടെയാണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും ആയിട്ടില്ല. അതിനെ എങ്ങനെ കാണണം? ഞങ്ങളുടെ പരമാധികാര സഭ എന്നുള്ളത് സംസ്ഥാന കൗൺസിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ആ കൗൺസിൽ കൂടുമെന്ന് ഞങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. താമസം പിന്നെ അത് കൂടും, തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളത്. എന്ത് തീരുമാനമൊന്നുമല്ല അല്ല, ഈ അഴിമതിക്കെതിരെയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും ഉള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറയും. അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സഖാവ് MP വീരേന്ദ്രകുമാർ എല്ലാ കാലഘട്ടത്തിലും പ്രകൃതിയോട് പോലും അല്ലെങ്കിൽ മനുഷ്യരോട് പോലും എല്ലാ വിഭാഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ സംശയമില്ല. പ്രകൃതിയോടും അതിനൊപ്പമുള്ള
ഈ സസ്യജാലങ്ങളോടും ഒക്കെ ഈ ആത്മാർത്ഥത കാണിക്കുമ്പോഴും കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്തില്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ് ഇപ്പോൾ കണ്ടത്. നിതീഷ് കുമാർ ഈ പറയുന്ന MP വീരേന്ദ്രകുമാർ എന്ന വലിയ താത്വികനെ, ആദർശ ധീരനെയൊക്കെ തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് അവസരം വന്നപ്പോൾ അദ്ദേഹം അത് മുതലാക്കിക്കൊണ്ട് പോയി. അപ്പോൾ അതിലൊക്കെ നിങ്ങളെപ്പോലുള്ളവരുടെ ആദർശങ്ങളാണ് അദ്ദേഹം ബലി കഴിച്ച് ഉപയോഗിച്ചത് എന്നുള്ളത് നിങ്ങൾക്കൊരു പാഠം തന്നെയല്ലേ? ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2019 പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതിന് കൃത്യമായ ഉത്തരം നിങ്ങൾക്കും പറയേണ്ടതുള്ളതാണ്, ആ ബാധ്യതയുള്ളതാണ്. നിങ്ങൾക്കതിനിപ്പോൾ ആകുന്നുണ്ടോ? ശ്രീ ചാരുപാറ. സമ്മതിക്കുന്നു. പക്ഷേ അല്ല, ഒരു കാര്യത്തിൽ ഇപ്പോൾ ജനാധിപത്യ സംവിധാനത്തിലുണ്ടാകുന്ന പ്രധാനമായി തെരഞ്ഞെടുപ്പാണ്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ഐക്യമുണ്ട്, ദീർഘകാലമായി ഉള്ള ബന്ധവുമുണ്ട്. പക്ഷേ ദീർഘകാല ബന്ധത്തിൽ ഞങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ ഞങ്ങളോട് ചില ആളുകൾ എടുത്ത നിലപാട് പോലെ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പരിഹരിക്കാനുള്ള കാലഘട്ടമാണിതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അതിലേക്ക് മുമ്പോട്ട് പോവുകയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് വലിയ ഭീഷണി ഉണ്ടാക്കിയിരുന്ന ആളാണ് നിതീഷ് കുമാർ എന്നാണല്ലോ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. 2019 ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് നിതീഷ് കുമാർ വന്നേക്കും എന്നുള്ളിടത്താണ് ഇപ്പോൾ ആ വഴി അടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്നത്. ഇതിന് ശരിക്കും ആരാണ് ഉത്തരവാദി? അതിന് മുമ്പ് ശ്രീ MS കുമാർ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു റെഫറൻസ് കൂടെ പറയേണ്ടതുണ്ട്. ഞാൻ ശ്രീ MS കുമാറിന്റെ ഒപ്പമാണ്. കാരണം ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്. BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്. എൻ്റെ പ്രശ്നം ആ തീരുമാനത്തെ എതിർത്തുകൊണ്ട് NDAയിൽ നിന്ന് പുറത്തു വന്ന ആളാണ് നിതീഷ് കുമാർ. എന്നിട്ട് അതേ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ പിന്തുണ വാങ്ങാൻ നിതീഷ് കുമാറിന് പ്രശ്നമുണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. BJP ചീറ്റ് ചെയ്തു എന്നുള്ളതല്ല എൻ്റെ ആരോപണം. എൻ്റെ ആരോപണം നിതീഷ് കുമാർ കാണിച്ചത് ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്നുള്ളതാണ്. BJP ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടി, അതിൽ ഉപയോഗിച്ചു. കൺഗ്രാറ്റ്സ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിതീഷ് കുമാർ കാണിച്ചത്, അതായത് ഈ നരേന്ദ്രമോദി എതിർക്കാൻ വേണ്ടി മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന് നാട്ടുകാരോട് വോട്ട് വാങ്ങിയിട്ട് അതേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ വോട്ടുമായി വീണ്ടും പിന്നെ അധികാരത്തിലേക്ക് വരുന്നതിൽ ഒരു നൈതികതയുടെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഞാൻ ശ്രീ KJ ജേക്കബ്, ഞാൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് അങ്ങിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരു ഉപചോദ്യം കൂടി ഞാൻ താങ്കളോട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ നിതീഷ് കുമാർ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് നരേന്ദ്രമോദിയോട് ഇപ്പോൾ കൂടിയിരിക്കുന്നത്, വർഗീയതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട്. അത് ആണ് ശരി എന്നുള്ള അർത്ഥത്തിലാണ് ശ്രീ MS കുമാർ മറുപടി പറഞ്ഞത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ BJPയോടൊപ്പം ആണ് ചേരേണ്ടത് എന്നുള്ള ശരിയായ കളത്തിലേക്ക് എത്തിയിരിക്കുന്നു നിതീഷ് കുമാർ എന്ന്. ആ കാര്യം BJPക്ക് പറയാൻ പറ്റുന്നതാണോ? എത്രമാത്രം അവർ അവസരം ഉപയോഗിച്ചാലും ഈ അധാർമികത ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? ഇന്നലെ കൂടി മധ്യപ്രദേശിലെ വ്യാപം അഴിമതിയിൽപ്പെട്ട ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട്. എന്തന്വേഷണമാണ് നടന്നത്? BJP ഓരോ സ്ഥലത്തും അധികാരത്തിൽ ഇപ്പം 3 വർഷമായി കേന്ദ്രത്തിലുള്ള BJP സർക്കാരിനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ കേരളത്തിലെ പാർട്ടിയുടെ സംഭാവനയായിട്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ എന്തൊക്കെ പുറത്ത് നമ്മൾ അതിനെക്കുറിച്ചൊരു ഒരു ഊഹത്തിലേക്ക് പോകുന്നത് ശരിയല്ല. പക്ഷേ BJP എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അഴിമതിയുടെ കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, കേന്ദ്രത്തിലൊഴികെ. അപ്പം അതുകൊണ്ട് അഴിമതിക്കെതിരെ ഇന്നലെ അത് പിന്നെ നമ്മുടെ പഴയ ഗുജറാത്തിലെ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ട് പറയുന്നുണ്ടായിരുന്നു. അഴിമതിക്കെതിരെ നിതീഷ് കുമാറിനെ പിന്നെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി, എന്നാൽ പിന്നെ കേരളത്തിലെ BJPക്കാരുടെ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന പിണറായി വിജയനെ കൂടെ ഒന്ന് അഭിനന്ദിക്കാത്തത് എന്ത് എന്നുള്ളത്. അതുകൊണ്ട് ആ വർത്തമാനമൊന്നും അത്രയധികം വാഷ് ചെയ്യുന്നതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ലാലു ചോദിച്ചത്, അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നിതീഷ് കുമാർ പോകുന്നതെന്നുള്ളത്. ഒരു കാര്യം എനിക്ക് തോന്നുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ BJP NDA കൂട്ടുകെട്ടിനെതിരെയുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മിക്കവാറും നിതീഷ് കുമാറിനെ എല്ലാവരും കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിതീഷ് കുമാർ നോക്കുമ്പോൾ അതിനൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. BJPയുടെ ഗംഭീരമായിട്ടുള്ള പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം, ഈ കാര്യത്തിൽ ആ പാർട്ടിയുണ്ട്. പിന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാകാം, ജനപിന്തുണ മേടിക്കുന്നുണ്ടാകാം, പിന്നെ തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ പ്രസൻസ് ഉണ്ടാക്കുന്നുണ്ടാവാം. എന്തായാലും ഗംഭീരമായ പ്രകടനം ആ പാർട്ടി കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ 2019 ഓൾട്ടർനേറ്റീവ് ഇല്ല.
പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നത് രാഷ്ട്രീയമായി ലാഭം ഉണ്ടാവില്ല എന്നൊരു കാൽക്കുലേഷനിലാണ് ശ്രീ നിതീഷ് കുമാർ ഇപ്പോൾ കളം മാറിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ കാര്യത്തിൽ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ എന്നെ അനുവദിക്കണം. ഇതേ കാര്യമാണ് 2009 തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവ് ചെയ്തത്. ലാലു പ്രസാദ് യാദവ് ഒന്നാം UPAയിലെ ഗംഭീരനായിട്ടുള്ള റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം റെയിൽവേയുടെ പ്രകടനത്തിന്റെ പേരിൽ രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ വലിയ പിന്നെ ബഹുമതികളൊക്കെ നേടി അദ്ദേഹത്തിന് തോന്നി ഇനി പ്രധാനമന്ത്രിയായി കളയാമെന്ന്. അദ്ദേഹം ചെയ്തത് 2009 ഇലക്ഷന് തൊട്ട് മുമ്പേ UPA വിട്ടു. പ്രതിപക്ഷത്തിന്റെ കൂടെ കൂടാമെന്ന് വിചാരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആരും വിചാരിക്കുന്നത് പോലെ കോൺഗ്രസ് തിരിച്ചു വന്നു. ലാലു പ്രസാദ് വഴിയിലായി. അത്തരമൊരു കാൽക്കുലേഷണൽ മിസ്റ്റേക്ക് ഞാനിപ്പോൾ കണക്കാക്കുന്നതെല്ലാം ഇത് BJPയുടെ ഈ ഒരു അസെൻഡൻസി എന്ന് BJPക്കാർ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും നമ്മുടെ നാട്ടിലെ BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ BJPയുടെ നമ്മുടെ ഇന്ന് വരെയുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ടു പോകാനുള്ള സാധാരണഗതിയിലുള്ള നമ്മുടെ രാഷ്ട്രീയത്തിനെതിരെയുള്ള BJP നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായ ആക്രമണങ്ങൾക്കെതിരെ മനുഷ്യർ പ്രതികരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് ആ ഒരു രാഷ്ട്രീയം അത് കുറച്ചുകൂടെ മൂർത്തമായിട്ട് വരേണ്ടതുണ്ട്. അതിന്റെ മുമ്പിൽ വെക്കാൻ നമ്മൾ ആളെ ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിതീഷ് കുമാറിന്റെ ഈ കാൽക്കുലേഷൻ തെറ്റാണ് എന്ന് ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ശരി, എന്തായാലും ലാലു പ്രസാദ് യാദവ് അന്ന് UPA വിട്ടുപോയപ്പോഴും അദ്ദേഹം എടുത്തൊരു നിലപാട് മതേതരത്വത്തിന്റെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ നിതീഷ് കുമാർ ഇപ്പോൾ ഈ സഖ്യം വിട്ട് പോകുമ്പോൾ ഫാസിസത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് അദ്ദേഹം പോകുന്നത് ഫാസിസത്തിന്റെ മടയിലേക്കാണ്, എതിർക്കുന്ന അതേ മടയിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് വിരോധാഭാസം. ശ്രീ MS കുമാർ, ഈ വ്യത്യസ്തമായ പാർട്ടി എന്ന് BJP പറയരുത് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ബീഹാറിലുണ്ടായിരിക്കുന്ന എപ്പിസോഡും കൂടി എടുത്തു വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ അധ്യായം വ്യത്യസ്തമായ പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഒരു അവകാശവാദത്തിൻ്റെ അധ്യായം എന്നേക്കുമായി അടയ്ക്കാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ലാലേ, ഞാൻ നേരത്തെ അത് വിട്ടുപോയി. ഈ ചർച്ച കണ്ടിരിക്കുന്നവരാരും വിഡ്ഢികളാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴും പരസ്യമായിട്ട് UDF ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കൈരളി ചാനലിലും ആവർത്തിച്ച് അത് പറയുന്നുണ്ട്. എങ്ങനെ തീരുമാനിക്കണമെന്ന് വരെ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നു എൻ്റെ സുഹൃത്ത് ശ്രീ ചാരുവാറ രവിയോട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ UDF വിട്ട് LDFിലേക്ക് വരണം എന്നാണ്. എന്നിട്ട് നിങ്ങൾ ധാർമ്മികതയെ പറ്റി പറയുകയും ഇതെന്ത് വൈരുദ്ധ്യമാണത്? ശ്രീ MS കുമാർ, ഈ വിഷയമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഞാൻ പറയാം. നിങ്ങൾ ധാർമ്മികതയെ പറ്റി പ്രസംഗിക്കുകയും UDFിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷിയെ പരസ്യമായി LDFിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. എവിടെ ആര് ക്ഷണിച്ചു? കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട്. കോടിയേരിയാണ് മറുപടി പറയേണ്ടത്. ശ്രീ ഡോക്ടർ PK ബിജു ആണ് പറയേണ്ടത്. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിന്റെ ഏത് പക്ഷത്താണ് അദ്ദേഹം? ഇവിടെ LDFിലാണോ ഇവിടെ UDFിലാണോ എന്ന് തർക്കം കിടക്കുന്നു. അതുപോലെ നിതീഷ് കുമാറിന്റെ കൂടെയായിരുന്നു ഈ JDUവിന്റെ കേരള ഘടകം ഉണ്ടായിരുന്നത്. അവർ ഇപ്പോൾ മാറിയപ്പോൾ എവിടെയാണ്? ഇതൊക്കെ അറിയേണ്ടതുണ്ടല്ലോ. ആ ചോദ്യം അറിഞ്ഞോളൂ, കുഴപ്പമില്ല. പിന്നെ ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ നമ്മുടെ അതേ സുഹൃത്ത് പറഞ്ഞതുപോലെ നിതീഷ് കുമാർ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം അവിടുത്തെ അഴിമതിക്കാരുടെ കൂടെ നിന്നും മടുത്തു. നേരത്തെ എങ്ങോട്ടേക്കാണ് ശ്രീ KJ ജേക്കബ് ചൂണ്ടിക്കാട്ടിയ വ്യാപം അഴിമതി? കേരളത്തിൽ നിന്ന് ഇപ്പോഴും കേന്ദ്രത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോഴ, ഇതുപോലെയുള്ള ഒട്ടനവധി മുമ്പ് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടികളെ കുറിച്ച് പറയുന്ന അതേ ഘട്ടത്തിലേക്ക് BJPയും എത്തി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭരിക്കാനായി സ്ഥിരം ഒരു താവളം കണ്ടെത്തുക എന്നതിനപ്പുറം 2019 പ്രധാനമന്ത്രിയാകാനുള്ള സ്വപ്നങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കണ്ടുകൊണ്ട് നേരത്തെ മുൻകൂട്ടി എറിഞ്ഞു. അതിന് നിങ്ങൾ കൂടി വളം വെച്ചു കൊടുത്തു. ഈ വ്യാപം അഴിമതിയെക്കുറിച്ച് അന്വേഷണമില്ലെന്ന് ആര് പറഞ്ഞു? സുപ്രീം കോടതി ഒരു ഇടപെട്ട അന്വേഷണം നടക്കുകയില്ലേ? പിന്നെ ഇവിടുത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു. നമ്മളൊരു പാർട്ടി പ്രവർത്തകൻ അഴിമതി നടത്തി അന്വേഷണം വെച്ചു, അത് കണ്ടുപിടിച്ചു, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതെല്ലാ പാർട്ടിയിലും സംഭവിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ടൊരു പാർട്ടി അഴിമതിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? 20 ലക്ഷം അംഗങ്ങളുള്ള ഒരു പാർട്ടിയിൽ ഒരാൾ തെറ്റ് കാണിച്ചാൽ ആ പാർട്ടി മുഴുവൻ അഴിമതിക്കാരാണോ? ഇന്നലെ ഒരു ചാനലിൽ ഒരു ന്യൂസ് ലീഡറുടെ പേരിൽ ട്രോൾ ഇപ്പോൾ ഇറങ്ങുന്നത്. അതായത് ഒരാൾ അഴിമതി കാണിച്ചാൽ അത് അഴിമതിയാണോ? പിന്നെ അഴിമതിക്ക് എന്ത് നിർവചനമാണ് നിങ്ങൾ കൊടുക്കുന്നത്? ലാലേ, ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് നിങ്ങൾ വേറെ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞത് ഒരാൾ അഴിമതി നടത്തിയാൽ അത് പാർട്ടിയുടെ അഴിമതിയാകുമോ എന്നാണ് ചോദിച്ചത്. പിന്നെ ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഉപയോഗിച്ച് അഴിമതി നടത്തുന്നു. അത് പാർട്ടി തന്നെ അന്വേഷിക്കുന്നു. ആ പാർട്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നു. പാർട്ടിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടേതാണെങ്കിൽ അത് പോലീസുകാർ നോക്കിക്കൊള്ളുമല്ലോ. സർ ലാലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അഴിമതി നടത്തിയ നിങ്ങളൊന്നും അല്ലല്ലോ കണ്ടുപിടിച്ചത്, ഞങ്ങൾ തന്നെയാണ് അന്വേഷണം വെച്ചത്. പറയാൻ അനുവദിക്കും. ചിലരാണ് കണ്ടുപിടിച്ചത്. ഞാനിത് അവസാനിപ്പിച്ചിട്ട് പോവാം. ഒന്നേ നിങ്ങൾ എന്നെ പറയാൻ വിടൂ. ഒരു അഴിമതി നടത്തിയതായിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ശ്രദ്ധയപ്പെട്ടു. ഞങ്ങൾ അന്വേഷണം നടത്തി. അതിൽ കുറ്റക്കാരനാണെന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞ ആളിനെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി.
വേറെന്താ? അവിടെ ജയിലിടാൻ പറ്റുമോ? തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ശ്രീ എം എസ് കുമാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്കകത്ത് ഒരാൾ ഒരു അഴിമതി കാണിച്ചാൽ നിങ്ങളുടെ പാർട്ടിക്കകത്തൊന്ന് പുറത്താക്കിയാൽ തീരുന്നതാണോ കാര്യം? അത് പാർട്ടിയല്ലല്ലോ, അത് കൃത്യമായി CBI അല്ലെങ്കിൽ വലിയ അന്വേഷണ ഏജൻസികൾ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുകയല്ലേ വേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് കുറ്റവാളികളെ ശിക്ഷിക്കുന്നത്? വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ നിങ്ങളുടെ ഈ മുതലാളിമാരും ശ്രീശൻ അല്ലെങ്കിൽ ശ്രീ നസീർ ഇവരാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എവിടെയാണെന്ന് പോലും പോയ വഴിയിൽ ഒന്നും മുളച്ചിട്ടില്ല ഇതുവരെ. അതൊക്കെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി അവർ വേണ്ടോ ചെയ്തോളും. അതൊന്നും നമ്മൾ ബന്ധപ്പെടണ്ട. ഒരു പോലീസ് അന്വേഷിക്കാൻ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി പോലീസിന്റെ ജോലിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ വിജിലൻസിന് ഒരു പരിമിതിയുണ്ട് സാർ. വിജിലൻസ് ഈ പൊതുസേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കൃത്യമായ അഴിമതികൾ, അതാണ് നോക്കേണ്ടത്. ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ അന്വേഷിക്കുന്നതിന് വിജിലൻസിന് പരിമിതികളുണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾക്കാണ് കൃത്യമായി അന്വേഷിക്കാൻ സാധിക്കുക. അഴിമതിയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന, വ്യാപം അഴിമതി ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താൻ പറ്റുന്നില്ല? ചക്കുട്ടുപാറ ഖനനത്തിലെ കരീം, പഴയ മന്ത്രി കരീമിന്റെ പേര് വന്നല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി കരീമിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ആ ചർച്ച അന്ന് ചെയ്തു. അതിനുള്ള ഉത്തരം നിങ്ങൾ ഇന്നത്തെ ഈ ചോദ്യം വരുമ്പോൾ പഴയ കഥ കൊണ്ടുവരണ്ട. വേണ്ട, ഞാൻ ഇപ്പോഴത്തെ കഥ പറയാം. ഇപ്പോഴത്തെ കഥകളും പറയാം. അപ്പൊ ഈ പകരം കഥ പറഞ്ഞതിനെ മറയ്ക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രമം. അതാണ് നിങ്ങളുടെ പാർട്ടി വ്യത്യസ്തമല്ല എന്ന് ഞാൻ പറഞ്ഞത്. എല്ലാ പാർട്ടികളെയും പോലെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് CPM എന്തെങ്കിലും ചെയ്തത് പറയുമ്പോൾ മാത്രം നിങ്ങൾ എനിക്കൊരു കാര്യമില്ല. BJP ഒരു വ്യത്യസ്ത പാർട്ടിയാണെന്ന് ഇനി അവകാശപ്പെടരുത്. മാത്രമാണ്. തീർച്ചയായിട്ടും അവകാശപ്പെടും. അന്വേഷണം നടത്തി പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കിയ പാർട്ടിയാണ് ഞങ്ങളത്. ഇപ്പൊ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയ നേതാവിനെ നിങ്ങൾ എന്ത് ചെയ്തു? താക്കീത് ചെയ്തു, വിട്ടയച്ചു. മണിച്ചന്റെ മാസപ്പടി വാങ്ങിക്കൊണ്ടിരുന്ന നേതാക്കളെ നിങ്ങൾ എന്ത് ചെയ്തു? പാർട്ടിയിൽ ഇപ്പോഴും ഇല്ലേ അവരൊക്കെ? അതാണ് വ്യത്യസ്തമായ പാർട്ടി. ചോദിക്കുമ്പോ പണ്ട് ശ്രീനിവാസൻ സന്ദേശം സിനിമയിൽ പറയുന്ന ചില ഡയലോഗുകളാണ് അവിടെ കിടന്ന നേതാവിനെ നിങ്ങൾ ഇവിടെ പൊക്കിക്കൊണ്ടുവന്നില്ലേ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഉത്തരം തോന്നുന്നു ഡോക്ടർ PK ബിജു. നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപ്പറ്റി ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ ബഹുമാനായിട്ടുള്ള ശ്രീ MS കുമാർ BJPയുടെ സീനിയർ നേതാവാണ്. അപ്പോൾ പൊതുവേ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരോടൊരു ചോദ്യം ചോദിക്കാൻ അവർ തിരിച്ച് 10 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുക എന്നുള്ളതല്ലാതെ അവർ ഒരു ചോദ്യത്തിനും മറുപടി പറയാറില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളിത് ഈ ഒരു ചാനൽ ചർച്ച അതിനുവേണ്ടി മാറ്റിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിതീഷ് കുമാറിൻ്റെ അട്ടിമറി പ്രവർത്തനമാണ്. അദ്ദേഹം പിന്നെ ഒരു മഹാ സഖ്യം ഉണ്ടാക്കി. ആ സഖ്യത്തിൻ്റെ ഭാഗമായി അവിടെ വിജയത്തിൽ വന്നു. 2 പ്രധാനപ്പെട്ട 2 കക്ഷികൾ RJDയും JDയും അവിടെ ഗവൺമെൻറ് രൂപീകരിച്ചു. ആ ഗവൺമെൻറ് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം രാജിവെച്ച് BJPയിലേക്ക് ചേരുന്നു. ഇതാണ് ഇന്നത്തെ ചർച്ചയുടെ വിഷയം. അപ്പം ഞങ്ങളെ ആക്ഷേപിച്ചവരുണ്ട്, നിങ്ങളെന്താണ് ഈ മഹാ സഖ്യത്തിൽ ചേരാത്തത്? ഞങ്ങളെന്ന് പറഞ്ഞു, ഞങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കി മത്സരിക്കുക എന്നത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ മതനിരപേക്ഷതയും ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള, ജനങ്ങളെ കൊള്ളയടിക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സമരത്തിലൂടെ വരുന്ന ഒരു മുന്നണിക്ക് മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങൾക്ക് പഴയ അനുഭവമുണ്ട്. പിന്നെ 2000-ലാണ് നമ്മുടെ DMK അധ്യക്ഷൻ കരുണാനിധി അധ്യക്ഷനായ ഒരു ദേശീയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. ആ അധ്യക്ഷൻ ചെന്നൈയിൽ ചെല്ലുന്ന സമയത്ത് തന്നെ അദ്ദേഹം BJPയുടെ ഗവൺമെൻറ് ഭാഗമായി മാറുകയാണ് ചെയ്തത്. ഞങ്ങൾക്കതൊക്കെ അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ മഹാസഖ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ മതനിരപേക്ഷതയും കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടും സ്വീകരിച്ച് തുടർച്ചയായിട്ടുള്ള പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കുന്ന സഖ്യമേ നിലനിൽക്കൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ആ മഹാസഖ്യത്തിൽ ഇടതുപക്ഷം വന്ന് കൂടാതിരുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, BJPയുടെ ഒപ്പം 1998 മുതൽ ശ്രീ നിതീഷ് കുമാർ ഉണ്ട്. ആദ്യത്തെ വാജ്പേയി ഗവൺമെൻറ്റിൽ അദ്ദേഹം അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്നു. 2ാമത്തെ വാജ്പേയി ഗവൺമെൻറ്റിൽ അദ്ദേഹം റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിലെ മതന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്നതിൽ നേതൃത്വം കൊടുത്ത ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ദേശീയ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ അതിനെതിരായി പിന്നെ പറഞ്ഞ് പുറത്തു വന്ന ആളാണ്. അദ്ദേഹമാണ് ഇപ്പം നരേന്ദ്രമോദിയുടെ ഒപ്പം ചേർന്നിരിക്കുന്നത്. നിതീഷ് കുമാർ രാജിക്കത്ത് ഗവർണർ കൊടുത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിക്കുകയല്ലേ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് എല്ലാ അഭിവാദ്യവും. ഇതൊന്നും യാദൃച്ഛികമായിട്ട് വരുന്നതല്ല എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ബഹുമാനായിട്ടുള്ള സുരേഷ് ബാബു കൂടെ പറഞ്ഞു, ഞങ്ങൾ ഈ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോൺഗ്രസിനെ എതിർക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞു, കോൺഗ്രസ് പഴയൊന്നും പാഠം പഠിക്കണ്ടേ? രാജ്യത്ത് വർഗീയ കക്ഷികൾക്കും അതുപോലെ ഈ കൊള്ളസംഘങ്ങൾക്കുമെല്ലാം കടന്ന് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ
കോൺഗ്രസ് സഹായം ചെയ്തുകൊണ്ടല്ലേ ഇന്ന് BJP അധികാരത്തിലിരിക്കുന്നത്? ആ യാഥാർത്ഥ്യം എന്താ അവർ മറന്നു പോകുന്നത്? അതുകൊണ്ടല്ലേ കോൺഗ്രസിന് ഒരു സംസ്ഥാനത്തും അവരുടെ ചുവട് ഉറപ്പിക്കാൻ ഇപ്പൊ സാധിക്കാത്തത്? അതുകൊണ്ട് തീർച്ചയായിട്ടും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് പുതിയ സാമ്പത്തിക നയങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടികൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദി ഉയർത്തുന്ന ഈ കഴുത്തുറപ്പൻ പരിഷ്കാരങ്ങളെയും ഈ മതനിരപേക്ഷത, മനുഷ്യരെ തെരുവിൽ ഇറച്ച് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ ഇപ്പം ഇന്ന് പാർലമെന്റിൽ ഒരു സംഭവം ഉണ്ടായി. BJPയുടെ നേതാവ് മീനാക്ഷി ലേഖി പറഞ്ഞത് ഇന്ത്യയിലെ ക്യാമ്പസുകളിലെല്ലാം വരുമ്പോൾ അവർ ഭാരതത്തിന്റെ പൗരന്മാർ മതനിരപേക്ഷ അവരവിടെ ഒരു പ്രതിജ്ഞ എടുക്കണം, ദേശീയത ഞങ്ങൾ ഉറപ്പിക്കും എന്ന് പ്രതിജ്ഞ എടുത്തവർക്ക് മാത്രമേ ഇന്ത്യൻ ക്യാമ്പസിൽ പഠിക്കാൻ പാടുള്ളൂ എന്നുള്ള വലിയ അപകടകരമായ സ്ഥിതിയിലേക്ക് രാജ്യത്തെ ദേശീയതയ്ക്ക് RSSും സംഘപരിവാരം കൊടുക്കുന്ന നിർവചനം അനുസരിച്ച് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ശ്രീ അമിത്ഷായും പാർലമെന്റിൽ രാജ്യസഭയിലേക്ക് വരാൻ പോവുകയാണ്. ഗുജറാത്തിലെ BJP ഭരണം നരേന്ദ്രമോദിയും അമിത്ഷായും എങ്ങനെയാണോ നടത്തിയത് അത് ഇന്ത്യ രാജ്യത്ത് മാറ്റുന്നതിന് വേണ്ടി വേണമെങ്കിൽ അമിത്ഷായുടെ ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി ഇപ്പൊ രാജ്നാഥ് സിംഗിനെ മാത്രമേ പഴയ അധ്യക്ഷനായിട്ട് ഇനി ബാക്കിയുള്ളൂ ഈ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ. അദ്വാനിയെ ഒതുക്കി, അതുപോലെ മുരളി മനോഹർ ജോഷി ഒതുക്കി. നടപടിയാണ് ശ്രീ PM സുരേഷ് ബാബു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വലിയ പ്രതീക്ഷ അതിനെ എതിർക്കുന്ന പാർട്ടികൾ പോലും കാണുന്നുണ്ടായിരുന്നു, നിരീക്ഷകർ കാണുന്നുണ്ടായിരുന്നു. അവിടെയാണ് നിതീഷ് കുമാറിന്റെ ഈ അട്ടിമറി നീക്കം ഇപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളിടത്തേക്ക് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുന്നത്. കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ഉത്തരവാദിത്ത പിഴവ് ഇവിടെ എങ്ങനെ തിരുത്തുമെന്നും 2019 പതിയെ എങ്കിലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ളതെന്ന് ശ്രീ KJ ജേക്കബ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ അത്തരമൊരു ആഗ്രഹത്തിന് നേതൃത്വം കൊടുക്കാൻ എവിടെയുണ്ട് സൂചന? ആരുണ്ട് മുന്നിൽ? ശ്രീ ലാൽ, ഡോക്ടർ ലാൽ, ഞാൻ ഈ കാര്യത്തിനോട് പോസിറ്റീവായി പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കൂടുതൽ ഉത്തരവാദിത്തപരമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ, അതിനെ ഒരുമിപ്പിക്കാൻ എന്തൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരണോ അത് വരണം. അത് വരുത്തുന്നതിനാവശ്യമായ ഒരു ഇന്റേണൽ മെക്കാനിസം പാർട്ടിക്കകത്ത് ഞങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. ആ ഇന്റേണൽ മെക്കാനിസത്തെ ശിഥിലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നുള്ളൂ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ശ്രീ PM സുരേഷ് ബാബു, ഇതൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ എന്ത് തരം മെക്കാനിസമാണ്, എന്ത് മാജിക്കാണ് അത്? ഇതിങ്ങനെ ഞങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരും എതിർക്കല്ലേ, എതിർത്താൽ ഇതെല്ലാം പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാത്തിരിക്കാൻ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കാകുമോ ജനങ്ങൾക്കാകുമോ? അവർക്ക് ഓരോ ഘട്ടത്തിലും പ്രതികരിക്കേണ്ടതായിട്ട് വരും. അവിടെ നിങ്ങൾ കാത്തിരിക്കൂ എന്നാണോ ഇപ്പോഴും പറയുന്നത്? ഞാൻ ഈ പറഞ്ഞതിന് കാത്തിരിക്കണമെന്ന് ഒരിടത്തും അർത്ഥമില്ല ഡോക്ടർ ലാൽ. ഒരിടത്തും അത്തരം ഒരു അർത്ഥമില്ല. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശക്തി വെച്ചുകൊണ്ട് മാത്രമേ ഇപ്പോഴൊരു തന്ത്രത്തിന്, ഒരു യുദ്ധതന്ത്രത്തിന് രൂപം കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഞങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ, തമിഴ്നാട്ടിനെ പോലെയുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ എന്ത് യുദ്ധതന്ത്രം തന്നെയാണ്? ഞങ്ങൾ തുലോം ശക്തി കുറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഇത്തരം ചിന്താഗതിയുള്ള മുഴുവൻ കക്ഷികളും യോജിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. വ്യക്തമാണ് ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞത്. ശ്രീ ചാരുപാറ രവി, ഈ കോൺഗ്രസിനെയാണ് നിങ്ങൾ ഇന്ത്യയിൽ ബദലായി BJPക്ക് മുമ്പിൽ വെച്ചത്. ആ കോൺഗ്രസിനൊപ്പം ശക്തി പകരാനാണ് നിങ്ങൾ മഹാസഖ്യത്തിനൊപ്പം ചേർന്നത്. ആ സഖ്യത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായത്. കോൺഗ്രസ് ചെറുതായി ഇരിക്കുന്നു, അതിന് പലതരം പിന്തുണ വേണമെന്ന് അവർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ ഇനി പിഴവുകൾ വരുത്താതെയുള്ള നിലപാടുകളിലേക്ക് പോകേണ്ടത്. അവിടെ ഇടതുപക്ഷത്തിനൊപ്പം കേരളത്തിൽ നിങ്ങൾ നിൽക്കണമെന്നോ നിൽക്കണ്ട എന്നോ പറയാൻ ശ്രീ MS കുമാർ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതിനുവേണ്ടി ബാർഗെയിൻ ചെയ്യാൻ ആരുമല്ല. പക്ഷെ നിങ്ങളുടെ നിലപാടുകൾ കൃത്യമായി പറയാനുള്ളൊരു അവസരം നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അതിനുള്ള സമയം ഇതാണ് എന്ന് നിങ്ങൾ പറയുമോ? ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു മറുപടി കൃത്യമായി ഉണ്ടാകുമോ? അതാത് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വ്യക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്.
ഇപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സഖാവ് MP വീരേന്ദ്രകുമാർ ഡൽഹിയിൽ പറഞ്ഞതും അതുതന്നെയാണ്. ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദേശീയ ബദലിന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. മറിച്ച് ഇടതുപക്ഷ കക്ഷികളും മറ്റ് പ്രാദേശിക കക്ഷികളും ഒക്കെ ചേർന്നുള്ള ദേശീയധാരയിൽ വിശ്വസിക്കുന്ന കക്ഷികളുടെ ഒരു ഒരുമിച്ചുള്ള നീക്കത്തിലൂടെ മാത്രമേ ഒരു പരിഹാരം കാണാൻ കഴിയും. അത് മാറ്റം ഉണ്ടാകും. മുമ്പും പിന്നെ 1977 3-2 ഭൂരിപക്ഷത്തോട് വന്ന ജനതാ പാർട്ടി 27 മാസത്തെ മൊറാർജി ദേശായിയുടെ ഭരണം കഴിഞ്ഞ് തകർന്നു. വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് അധികാരത്തിൽ വന്നത്? BJP പ്രത്യേകമായപ്പോൾ പോലും BJPക്ക് 2 സീറ്റാണ് കിട്ടിയത്. അത്രയും തകർച്ച വരാൻ BJPക്ക് സാധിച്ചുവെങ്കിൽ ഇനിയും ഇന്ത്യയിലെ ജനങ്ങൾ അവരെടുക്കുന്ന നിലപാടുകളെ ചോദ്യം ചെയ്യാൻ തയ്യാറായാൽ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുവാൻ കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ജനതാ അടക്കമുള്ള കക്ഷികൾ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും സാധിക്കും. അതായത് ഇപ്പോൾ കേരളത്തിലെ ഘടകം അല്ലെങ്കിൽ ശരത് യാദവിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള JDU-യിലുള്ള വിമത എന്ന് പറയാൻ ഒക്കില്ല, അതൃപ്തരായവരുടെ ഘടകം, ആ ഘടകം ഇനിയിപ്പോൾ കൃത്യമായ ഒരു നിലപാട് ദേശീയ തലത്തിലെടുക്കും. അത് ഇടതുപക്ഷത്തെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ദേശീയ നിലപാടായിരിക്കും ഉണ്ടാകാൻ സാധ്യത. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് രാജ്യമെമ്പാടും ഉണ്ടാകുക. അതാണോ ശ്രീ ചാരുപാറ രവി പറഞ്ഞത്? തീർച്ചയായും അത് തന്നെയാണ്. അത് അംഗീകരിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ അത് അന്വേഷിക്കാം. ശ്രീ KJ ജേക്കബ്, ഇപ്പോൾ ബീഹാറും കൂടി വരുതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങൾ BJPയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലോ അല്ലെങ്കിൽ പരോക്ഷമായോ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ് ശ്രീ MS കുമാർ അവകാശപ്പെടുന്നത്. അപ്പോൾ അത് ഈ രീതിയിൽ പിന്നാമ്പുറത്ത് നിന്ന് കളിച്ചുകൂടിയാണെങ്കിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരുന്നത് ബീഹാറിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ നാളെ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ്. 122 അവിടുത്തെ ഹാഫ് വേ മാർജിൻ. അത് 124 വരെ അവർക്ക് ഇപ്പോൾ ഉണ്ട്. 129 വരെ എത്താം എന്നുള്ളത് ലാലു പ്രസാദിൻ്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന് എത്രമാത്രം ശക്തി പകരുന്നതാണ്? നിതീഷ് കുമാറിന് എത്രമാത്രം ശക്തനായ മുഖ്യമന്ത്രിയായി തുടരാൻ സാധിക്കുന്നതാണ്? BJPക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന നേട്ടം കാണിച്ചുകൊണ്ട് തുടർച്ചയായി വീണ്ടും വരാൻ സാധിക്കുന്നതാണ്? എത്രത്തോളം ആണ് ഇതിനൊക്കെയുള്ള സാധ്യതകൾ? ഇതിപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവേണ്ടതില്ല. ഇപ്പോൾ ജനതാദൾ യുവിൽ എന്തെങ്കിലും പിളർപ്പുണ്ടാകുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല. അതല്ല എങ്കിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം BJP ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഇത് മാത്രമല്ല, അവരൊരു ഒരു ഒരു ബ്രില്യൻ ടീം അവിടെ ഉണ്ട്. നിതീഷ് കുമാറും സുശീൽ കുമാർ മോഡിയും തമ്മിലുള്ള രണ്ടും നല്ല അന്തസ്സുള്ള നേതാക്കന്മാരാണ്. സുശീൽ കുമാർ മോദി എന്ന് പറയുന്നതും അത്യാവശ്യം ഇമേജുള്ള ഒരു നല്ല നേതാവാണ്. അവരൊരു ഗംഭീരമായിട്ടുള്ള ടീമുണ്ട് തന്നെ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊരു പ്രശ്നമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പ്രശ്നം വരുന്നത് പിന്നെ NDA സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ നാട്ടിലെ മനുഷ്യർക്കുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ശ്രീ ചാരുപാറ രവിയും ശ്രീ PM സുരേഷ് ബാബുവും പറഞ്ഞതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് ഇത് എത്രത്തോളം തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രശ്നം ഇന്ത്യയിൽ ഇപ്പം BJPയുടെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതായിരുന്നു. ഇതിപ്പോൾ പ്രാക്ടിക്കലി ഒരു പ്രതിപക്ഷ മുക്ത ഭാരതം ആകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ചെറിയ കൊച്ചു സംസ്ഥാനങ്ങളല്ലാതെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ. അപ്പം നോക്കൂ, കോൺഗ്രസ്സുകാരൻ്റെ എത്ര എളുപ്പമെന്നാണ് അദ്ദേഹം തമിഴ്നാട്ടിനെ ഉദാഹരണമായിട്ട് പറയുന്നത്. ഇപ്പോഴും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും നോർത്ത് കിഴക്കൻ രാജ്യങ്ങളിലും ഏറ്റവും വലിയ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. ഇവിടെ ഒന്നും മുൻകൈയെടുത്ത് മുമ്പോട്ട് വരാൻ കോൺഗ്രസിന് പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം എടുക്കാനുള്ള പാർട്ടിയാണ് നിസ്സഹായരായിട്ട് നിൽക്കുക. ഞാൻ കണക്കാക്കുന്നത് ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് വളരെ കൃത്യമായൊരു റോളുണ്ട് എന്ന് തന്നെയാണ്. അത് നമ്മൾ കണക്കാക്കേണ്ടത് അത് പാർലമെന്റിലുള്ള ഭൂരിപക്ഷത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. ഒരു നയം മനുഷ്യരുടെ മുമ്പിൽ വെക്കാനും അതിൻ്റെ ഭാഗമായി ജനങ്ങളെ അണിനിർത്താനുമുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ട്. സാധാരണഗതിയിൽ ഇടതുപക്ഷം ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പക്ഷേ നേരത്തെ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി ഇടതുപക്ഷത്തിന് അത്തരം ഒരു ഒഴികഴിവ്, ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ പറയുന്നത് പോലത്തെ ഒഴികഴിവ് ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കൃത്യമായ ഒരു ബദൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരു ഫൈറ്റിന് ജയിക്കണമെന്നൊന്നുമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ്
നാട്ടുകാരോട് പറയാൻ ഒരു പോളിസി, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിനെ എതിർക്കുന്നു എന്ന് പറയാനുള്ള, അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഇടതുപക്ഷ കക്ഷികൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, ഞാൻ ബിജുവിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ PM സുരേഷ് ബാബു, ഈ ഗുജറാത്തിൽ നിന്ന് ഇന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല കോൺഗ്രസിന്. വഗേലയുടെയൊക്കെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ അങ്ങേക്ക് അറിയാം. മാത്രമല്ല അമിത്ഷാ രാജ്യസഭയിലേക്ക് എത്താൻ പോകുന്ന വലിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ശ്രീ KJ ജേക്കബ് ഒക്കെ പറഞ്ഞതുപോലുള്ള ആശങ്ക കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ ഒരു പൊതു പ്ലാറ്റ്ഫോമിന്റെ കാര്യം ആലോചിക്കുമ്പോൾ? ശ്രീ PM സുരേഷ് ബാബുവിലേക്ക് കോൺഗ്രസ് ആ പൊതു പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള പരിശ്രമമാണ് കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി ചില തീരുമാനങ്ങൾ എടുത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും എതിർക്കുക എന്നൊരു തീരുമാനം വെച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തുറന്നു പറയും. ആ തുറന്നു പറഞ്ഞ് BJP RSS മതനിരപേക്ഷ ഭാരതത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾ അതിനകത്ത് മുൻകൈയെടുക്കും. ഒരു തരത്തിലും ഞങ്ങളുടെ ആ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ല. അങ്ങനെ ഒരു സംശയവും വേണ്ടതില്ല. ഈ കാര്യത്തിൽ സഹകരിക്കാവുന്ന എല്ലാ കക്ഷികൾക്കും സഹകരിക്കാം. അതിനകത്ത് ഒരു പ്യൂരിറ്റാൻ ക്ലാരിറ്റി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൽക്കാലത്തിന് സമയമില്ല. അതാണ് ഞങ്ങൾ ബീഹാറിലൊക്കെ എടുത്തത്. പക്ഷേ ഇടതുപക്ഷം അങ്ങനെ ഒരു പ്യൂരിറ്റാൻ ക്ലിയറിറ്റി ഉള്ള ഒരു സംവിധാനത്തിൽ മാത്രമേ യോജിക്കൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അതാണ് ഉത്തർപ്രദേശിലും ഒക്കെ കണ്ടത്. അത് എന്നാണ് ഇടതുപക്ഷത്തിന് തിരുത്താൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അന്ന് അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അല്ലാതെ ഞങ്ങൾ ഏതായാലും ഇടതുപക്ഷം ഇല്ല എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ JDU ഇല്ല എന്നുള്ളത് കൊണ്ടോ ഒന്നും ഈ പോരാട്ടത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. BJPയുടെ RSSന്റെ ഫാസിസ്റ്റ് പോരാട്ടം എന്നതാണ് ഇപ്പോഴും വലിയ ചോദ്യം. ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനെയാണോ അങ്ങ് പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചത് എന്നതാണ് സംശയം. ഡോക്ടർ PK ബിജു, ഇപ്പോൾ ശ്രീ KJ ജേക്കബ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടതുപക്ഷം മുൻകാലങ്ങളിൽ ചില നിലപാടുകൾ എടുക്കേണ്ട ഘട്ടങ്ങളിൽ അത് എടുക്കുന്നതിൽ വിമുഖത കാണിച്ചിട്ടുണ്ട്. അതിനെ ശ്രീ സുരേഷ് ബാബു പ്യൂരിറ്റൻ രീതി എന്നൊക്കെ വിശേഷിപ്പിക്കും. അങ്ങനെ നിന്ന പാർട്ടിയാണ് ഇടതുപക്ഷം CPM ഒക്കെ എന്ന് പറയുമ്പോൾ ഇനിയുള്ള ഘട്ടത്തിൽ അങ്ങനെയല്ല, കുറച്ച് മുന്നോട്ട് തന്നെ വരേണ്ടതുണ്ട്. ഒന്ന്, ദേശീയ തലത്തിൽ തന്നെ ശ്രമിച്ചു നോക്കേണ്ടതുണ്ട്. BJPക്ക് കറക്റ്റ് ബദലായി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കുന്നുണ്ടോ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം? ഡോക്ടർ ലാല് ഇവിടെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സ്റ്റേബിളായിട്ടുള്ള സ്ഥിതിയില്ല. കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത അവരുടെ തെറ്റായിട്ടുള്ള നിലപാട് മൂലം രാജ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം കോൺഗ്രസിനെ മുൻനിർത്തിയ ഒരു സ്റ്റേബിൾ ഓൾട്ടർനേറ്റീവ് ഈ BJPയും RSSും സംഘപരിവാറിനും എതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക ഇന്നത്തെ സാഹചര്യത്തിൽ പ്രയാസകരമാണ് എന്ന് തന്നെയാണ് ഇടതുപക്ഷം കാണുന്നത്. രണ്ട്, ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് തീർച്ചയായിട്ടും ഉയർന്നു വരേണ്ടത് തന്നെ ഉണ്ട്. കാരണം ഡോക്ടർ ലാല് സൂചിപ്പിച്ചതുപോലെ അമിത്ഷായെ ഇപ്പോൾ 2 ടേം കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്ത് മാറണം. അപ്പം അമിത്ഷായ്ക്ക് പ്രത്യേക പോർട്ട്ഫോളിയോ ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭയിലേക്ക് അമിത്ഷായെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. രാജ്യത്തെ ഭരണത്തിൽ സുപ്രധാനമായ പങ്ക് അമിത്ഷാ വഹിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരൊരു കാൽക്കുലേറ്റഡ് ആയിട്ടാണ് രാജ്യത്ത് പോകുന്നത്. ഇവിടെ ബീഹാറിലെ സംഭവം തേജസ്വിനി യാദവ് ഉപമുഖ്യമന്ത്രിയെ ഒഴിവാക്കാൻ പറഞ്ഞ ന്യായം ഇപ്പോൾ 2015 ശേഷം ഉണ്ടായ കേസല്ല. അദ്ദേഹത്തിന് 12 വയസ്സോ 13 വയസ്സോ ഉള്ളപ്പം ഉണ്ടായ ഒരു കേസ് BJP ഗവൺമെൻറ് പൊട്ടിത്തട്ടിയെടുത്ത് അതിൽ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇപ്പം നിതീഷ് കുമാർ BJP പാളയത്തിലേക്ക് പോയത്. അതിനെതിരായ അവരുടെ പാളയത്തിൽ തന്നെ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. ശ്രീ ശരത് യാദവ് എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇന്ന് MPമാരുടെയും അവിടെ നിന്നുള്ള ചില MLAമാരും എല്ലാം വന്ന് യോഗം കൂടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ബീഹാറിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ BJP ഇപ്പോൾ ശ്രമിക്കുന്ന RJDയെ കൂടി വളർത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു നമ്പർ ഗെയിം സൃഷ്ടിക്കാനാണ് BJP പരിശ്രമിക്കുന്നത്. അതിനെതിരായിട്ട് ജനകീയ ബദൽ മതനിരപേക്ഷതയ്ക്കും ഈ കോർപ്പറേറ്റ് നയങ്ങൾക്കുമെതിരായി രാജ്യത്ത് രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ശരിയായ ബദലിലൂടെ BJPയുടെ ഈ മത നിരപേക്ഷമായിട്ടുള്ള രാജ്യത്തെ തകർക്കാനുള്ള നീക്കത്തെ ഇല്ലാതാക്കാൻ കഴിയൂ. ആ യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കണം. അവരുടെ കൂടെ അധികാരത്തിന് വേണ്ടി നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോകട്ടെ,
അത്തരം ആളുകൾ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കൊപ്പം കഴിഞ്ഞ ഭരണ സമയത്ത് കോൺഗ്രസിനൊപ്പം നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്ത് മതനിരപേക്ഷതയെ നിലനിർത്തിക്കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പോക്ക് രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷ കക്ഷികൾ നിർണായകമായിട്ടുള്ള പങ്ക് നിർവഹിക്കുക തന്നെ ചെയ്യും. സമയത്തിന്റെ പരിമിതിയോടെ ഇടപെടുകയാണ് ശ്രീ MS കുമാർ. അപ്പോൾ ഏറ്റവും അവസാനം ഈ പറയുന്ന തരത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ മുമ്പ് വാജ്പേയി സർക്കാർ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അങ്ങേക്കറിയാം. ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഘട്ടമാണ്. മൻമോഹൻ സിംഗ് ഒരിക്കലും അധികാരത്തിലേക്ക് വരും എന്ന് കരുതാതിരുന്ന 2004 ജനങ്ങൾ ഉണർന്ന് വോട്ട് ചെയ്ത് BJPയെ പുറത്താക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ശ്രീ KJ ജേക്കബും മറ്റുള്ളവരുമൊക്കെ ചൂണ്ടിക്കാട്ടിയത് ഡോക്ടർ ബിജുവും ശ്രീ PM സുരേഷ് ബാബുവും ചാരുപാർ രവിയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. BJP സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ അവർ പ്രതിഷേധിക്കും, അവർ വോട്ട് ചെയ്യും, മാറ്റം ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങളുടെ ഇത്തരത്തിൽ ഗവർണറെ ഉപയോഗിച്ചും സാങ്കേതികത്വത്തിലൂടെയും കുതിരക്കച്ചവടത്തിലൂടെയും അധികാരം നേടുന്ന മണിപ്പൂർ, ഗോവ, ഏറ്റവും ഒടുവിൽ ബീഹാർ എന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ശാശ്വതമായ വിജയം ഉണ്ടാക്കുന്നതാണോ? ഭരണപക്ഷത്തോടൊപ്പം ശക്തമായ പ്രതിപക്ഷവും ജനാധിപത്യ സംസ്കാരത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ഇവരെ സ്വപ്നം കാണുന്നത് പോലുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാകട്ടെ. അതിൽ മായാവതിയും ലല്ലു പ്രസാദ് യാദവും ഒന്നിച്ച് നിൽക്കട്ടെ, സീതാറാം യെച്ചൂരിയും മമതാ ബാനർജിയും ഒന്നിച്ച് നിൽക്കട്ടെ. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ രാജ്യത്ത് നടക്കട്ടെ. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാകാൻ എല്ലാ നന്മകളും നേരുന്നു. ഒറ്റ ചോദ്യം കൂടി, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നതല്ല എന്നുള്ളത് ശ്രീ MS കുമാറിൻ്റെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാം. അതായത് ഈ പ്രതിപക്ഷത്തെ വളരെ തമാശയോടുകൂടിയാണ് കാണുന്നത്. മായാവതിയും ലല്ലു പ്രസാദ് യാദവും അതുപോലെ ഇടതുപക്ഷവും ഒക്കെ കൂടെ യോജിച്ചപ്പുറത്തൊരു പ്രതിപക്ഷമായിട്ട് ഇരിക്കട്ടെ, ഞങ്ങൾ ഇതുപോലെയുള്ള കളികളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ കളിക്കാൻ സൗകര്യപ്രദമായ രീതി തന്നെയാണ് രാജ്യത്തുള്ളത്. നിങ്ങൾ തുടരും. 2019 കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല എന്നുള്ളതിൻ്റെ വിളിച്ചറിയിക്കലാണോ? MS കുമാർ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ എൻ്റെ മുഖത്ത് നോക്കിയാൽ അതൊക്കെ വായിച്ചെടുത്തെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ശരി, ഞാൻ പറഞ്ഞത് എന്താണെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ അടിത്തറയായിരിക്കേണ്ടത്? മിനിമം പരിപാടിയില്ലെങ്കിൽ യോജിപ്പ് വേണ്ടേ? മിനിമം പരിപാടി യോജിക്കാൻ കഴിയുന്ന പ്രതിപക്ഷമാണോ ഇന്ന് ഇന്ത്യയിലുള്ളത്? ശരി, ഒരു പരിപാടി ഇല്ലാത്തതിനേക്കാൾ നല്ലതാണ് മിനിമം പരിപാടിയെങ്കിലും ഉള്ളത്. നല്ലതാണ്. സ്വപ്നം കാണുന്നതിനൊക്കെ അതിരുകൾ വേണ്ടേ? സമയമില്ല. ഏറ്റവും അവസാനത്തെ 10 സെക്കൻഡിൽ ശ്രീ KJ ജേക്കബ് എന്ത് നിരീക്ഷണമാണ് താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ MS കുമാറിന്റെ ഈ വാക്കുകളിൽ നിന്ന് പറയുക? ഇല്ല, അതിൽ BJPക്കാരും പറയുന്നത് തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു ഐഡിയോളജി ഉണ്ട്. എനിക്കതിൻ്റെ അകത്തുള്ള ഒരു ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികാരത്തിലെത്തിയതിനു ശേഷം ഈ സർക്കാർ പുറപ്പെടുവിക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഈ സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തന്നെ തിരിഞ്ഞു കൊത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം BJPക്കാർ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയിൽ ഇപ്പോൾ കാശ്മീരികൾ ഇന്ത്യയുടെ ഒപ്പമാണ്, കാശ്മീരിയത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ രാജ്നാഥ് സിംഗിനെ തെറി വിളിക്കാൻ യാതൊരു പ്രശ്നവുമില്ലാത്ത തരത്തിൽ ഇന്ത്യയിൽ വെറുപ്പിന് രാഷ്ട്രീയം നിങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെ തിരിഞ്ഞു കൊത്തില്ല എന്നുള്ള ആത്മവിശ്വാസം അതിന് കിടന്നതല്ലേ എന്നൊരു തോന്നൽ. പ്രതിപക്ഷത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ശ്രീ കുമാറിന്റെ ഞാൻ യോജിക്കുന്നു. പക്ഷേ നിങ്ങളുടെ തന്നെ രാഷ്ട്രീയം നിങ്ങളെ തിരിഞ്ഞു കൊത്താനുള്ള സാധ്യതയുണ്ട്. ശരി, തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള സന്ദേശങ്ങൾ അതിനകത്തുണ്ട്. രാജ്യത്തെ രാഷ്ട്രീയം ആ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് പ്രതിപക്ഷവുമാണ്. ആ ചർച്ചയാണ് വരും ദിവസങ്ങളുണ്ടാകുക. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MS കുമാർ, ശ്രീ ചാരുപാർ രവി, ഡോക്ടർ PK ബിജു, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ KJ ജേക്കബ്.